രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2 ബൈ ഇലക്ഷൻ നടന്നു. കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. തൃക്കാക്കരയും പുതുപ്പള്ളിയും രണ്ടും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. എന്നാൽ കോൺഗ്രസിന് വൻ ഭൂരിപക്ഷമായിരുന്നു ലഭിച്ചത്. അത് സർക്കാരിനെതിരെയുള്ള വലിയൊരു തിരിച്ചടിയായിരുന്നു. അത് കോൺഗ്രസിന് വലിയ ഊർജമുണ്ടാക്കാനും സാധിച്ചിരുന്നു. കോൺഗ്രസിന് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം നേതൃത്വത്തിൽ മാറ്റം വരുത്തിയിരുന്നു. അങ്ങനെ പുതിയ നേതൃത്വം വരികയും ആ നേതൃത്വത്തിന് കീഴിൽ നടന്ന തിരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കോൺഗ്രസിന് അത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചു. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശനാണെങ്കിലും KPCC പ്രസിഡന്റായ സുധാകരനാണെങ്കിലും വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാനും നേതാക്കൾക്കും പാർട്ടിക്കും ഒരുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിച്ചു. അത് കഴിഞ്ഞ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ഒരുപക്ഷെ മുൻപുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം മുൻപുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ LDF UDF മത്സരമായിരുന്നെങ്കിൽ ഇത്തവണ ഇവർക്കൊപ്പം BJPയും ശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരം പ്രകടമാണ് എന്നും ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരാൻ സാധ്യതകളുണ്ടെന്നും ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20-ൽ 20 സീറ്റും നേടാനാകുമെന്നുമുള്ള കണക്കുകൂട്ടലിലായിരുന്നു കോൺഗ്രസ്. കൂടാതെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ വരവും മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിന്റെ കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയതും കോൺഗ്രസിന് അനുകൂലമായൊരു ഘടകമായതും കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ് ഉണ്ടാക്കിയിരുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ വേണമെന്ന് ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് കണ്ണൂരിൽ നിലവിലെ MPയും KPCC അധ്യക്ഷനുമായ K സുധാകരന്റെ പേര് ഉയർന്നു വന്നത്. ഇക്കാര്യം നേതൃത്വം K സുധാകരനോട് പറഞ്ഞപ്പോൾ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് മത്സരിക്കാം എന്ന് അറിയിക്കുകയായിരുന്നു. കണ്ണൂർ രാഷ്ട്രീയത്തിൽ K സുധാകരനോളം മറ്റൊരു നേതാവില്ലെന്ന് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞതോടെയാണ് സുധാകരൻ അവിടെ മത്സരിക്കാൻ വീണ്ടും രംഗത്തെത്തുന്നത്. എന്നാൽ സുധാകരൻ മത്സരിക്കുന്നതിൽ ചില നേതാക്കൾക്ക് അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. അതിന് കാരണമായി പറയുന്നത് പലപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത് K സുധാകരനാണെന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലെ കൃത്യതയില്ലായ്മയും പലപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കാത്തതുമാണ് അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം മൈക്കുകൾക്ക് മുന്നിൽ ആരാദ്യം സംസാരിക്കുമെന്ന് തർക്കവും അതിനുശേഷം മൈക്കിലൂടെ VD സതീശനെ അസഭ്യം പറഞ്ഞതും കൂടാതെ പൊതുപരിപാടിയിൽ പ്രവർത്തകരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചതും പാർട്ടിക്കുണ്ടായ ക്ഷീണം ചെറുതല്ല. അത് പൊതുയിടങ്ങളിൽ പാർട്ടിക്ക് നേരെ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. ഇതെല്ലാമായിരുന്നു K സുധാകരൻ മത്സരിക്കേണ്ട എന്ന് ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടതിന് കാരണം. ഇതിനെ മറികടന്നാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ K സുധാകരൻ തന്നെ വേണമെന്ന് VD സതീശനും KC വേണുഗോപാലും ആവശ്യമുന്നയിച്ചത്. തുടർന്ന് ആദ്യം മത്സരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് മത്സരത്തിനിറങ്ങി. അങ്ങനെ K സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുകയും പക്ഷേ അനാരോഗ്യം മൂലം പ്രചരണ പരിപാടികളിൽ സുധാകരൻ പങ്കെടുക്കാതിരിക്കുകയും ഒതുങ്ങിപ്പോവുകയും ചെയ്തു. കൂടാതെ സ്ഥാനാർത്ഥിയായി K സുധാകരൻ നിന്ന സമയത്ത് KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റായി MM ഹസനെ നിയമിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഇലക്ഷൻ പ്രചരണത്തിന്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുത്തിരുന്നത് ആക്ടിംഗ് പ്രസിഡന്റായ MM ഹസനും അതുപോലെ VD സതീശനുമായിരുന്നു. അങ്ങനെ ശക്തമായ പ്രചരണ പരിപാടികളെല്ലാം നടന്നു. അങ്ങനെ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു, വോട്ടെടുപ്പ് കഴിയുന്നു. ശേഷം നിരവധി സർവേ ഫലങ്ങളും വിലയിരുത്തലുകളും എല്ലാം തന്നെ പുറത്തുവരുന്നു. ഇതോടൊപ്പം തന്നെ CPMന്റെ വിലയിരുത്തലും പുറത്തുവരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDF 12 സീറ്റിൽ വിജയം കൈവരിക്കുമെന്നായിരുന്നു ആ വിലയിരുത്തൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 12 സീറ്റിൽ വിജയം ഉറപ്പാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് വിലയിരുത്തിയത്. ഭരണവിരുദ്ധ വികാരം പ്രചരണത്തിലൂടെ മറികടക്കാനായെന്നാണ് യോഗത്തിലെ വിലയിരുത്തൽ. കൂടാതെ 25,000 ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ ക്രോഡീകരിച്ച് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ആ കണക്ക് CPM സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ കണക്കുകൾ എല്ലാം ക്രോഡീകരിച്ച് ഒരു വിലയിരുത്തലിലെത്തിയത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നൊരു വിലയിരുത്തൽ CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ പോളിംഗ് ശതമാനം കൂടിയിരുന്നെങ്കിൽ അത് വാസ്തവമായിരുന്നു എന്ന് അനുമാനിക്കാമായിരുന്നു. എന്നാൽ പോളിംഗിന് വലിയ രീതിയിലുള്ള ഇടിവുണ്ടാവുകയാണ് ചെയ്തത്. കാസർഗോഡ്, കണ്ണൂർ, വടകര, പാലക്കാട്, ആലത്തൂർ, തൃശൂർ, മാവേലിക്കര, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ഇടുക്കി, ചാലക്കുടി, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിൽ ഇത്തവണ LDF ജയിച്ചു കയറുമെന്നാണ് കണക്കുകൾ പുറത്തുവരുമ്പോൾ വ്യക്തമാകുന്നത്.
ഇത്തവണ കാസർഗോഡ് തിരിച്ചുപിടിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. അതുപോലെ LDFന്റെ ഉറച്ച കോട്ടയായ കണ്ണൂർ മണ്ഡലത്തിൽ ജയിക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മികച്ച വിജയം കാഴ്ചവെക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വടകരയിൽ BJP വോട്ടുകൾ UDFന് പോകുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു. എന്നാൽ വടകരയിൽ വിജയിക്കാനാകുമെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുപോലെ വളരെ ഗൗരവമേറിയ ഒരു മത്സരമായിരുന്നു പാലക്കാട് LDF കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പാലക്കാട് തിരിച്ചുപിടിക്കാനാകുമെന്ന് ഉറപ്പാണ്. അതുപോലെ ആലത്തൂരിലും ചാലക്കുടിയിലും വിജയം കൈവരിക്കാനാകുമെന്ന് LDF വിലയിരുത്തുന്നുണ്ട്. തൃശൂർ മണ്ഡലത്തിൽ മികച്ച വിജയം കാഴ്ചവെക്കുന്നതോടൊപ്പം തന്നെ UDF 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നും പ്രവചിക്കുന്നുണ്ട്. അധികം ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഒരു മണ്ഡലമായിരുന്നു ഇടുക്കി മണ്ഡലം എന്ന് പറയുന്നത്. എന്നാൽ 30,000-ൽ പരം ഭൂരിപക്ഷം നേടി വിജയിക്കാനാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതുപോലെ പത്തനംതിട്ടയിൽ 10,500-ൽ പരം ഭൂരിപക്ഷം നേടി വിജയിക്കാനാകുമെന്ന് വിലയിരുത്തുന്നുണ്ട്. മാവേലിക്കരയിലും ആറ്റിങ്ങലിലും അതുപോലെ വിജയം ഉറപ്പിക്കുന്നുണ്ട്. ആറ്റിങ്ങലിൽ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് വിജയിക്കാനാകുമെന്ന് ഉറപ്പിച്ചിരുന്നു. അതുപോലെ തിരുവനന്തപുരത്ത് നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും വിജയിക്കാനാകുമെന്ന് വിലയിരുത്തിയിരുന്നു. അങ്ങനെ ഇത്തവണ 12 മണ്ഡലങ്ങളും LDF പിടിച്ചെടുക്കുമെന്ന് കണക്കുകൾ പ്രകാരം വിലയിരുത്തിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ LDF ഏറെ വിജയപ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കൂടാതെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറവായിരുന്നു. അങ്ങനെ പോളിംഗ് കുറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ അത് UDFന് തിരിച്ചടിയായിരിക്കുകയാണ്. മാത്രമല്ല പോളിംഗ് ശതമാനത്തിന്റെ ഇടിവ് LDFന് അനുകൂലമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞത് UDFന് തിരിച്ചടിയാകുമെന്ന് മനസ്സിലായതോടെയാണ് ഇങ്ങനെയൊരു കണക്കുകൂട്ടലിന്റെ ഭാഗമായി KC വേണുഗോപാൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത്. അതായത് വോട്ടെടുപ്പിൽ UDF കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞു. അങ്ങനെ പോളിംഗ് കുറഞ്ഞത് ബോധപൂർവം വരുത്തി തീർത്തതാണ്. ഇത് സർക്കാരിന്റെ പ്രവൃത്തിയാണ്, സർക്കാർ ഇലക്ഷനെ അട്ടിമറിച്ചു എന്ന ആരോപണമായിരുന്നു KC വേണുഗോപാൽ ഉന്നയിച്ചത്. ഇതൊരു മുൻകൂർ ജാമ്യമാണ്. കാരണം തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ UDF പ്രതീക്ഷിച്ച വിജയം നേടാനാകില്ല എന്നുള്ള ഭയം നേതൃത്വത്തിനുള്ളിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി KC വേണുഗോപാൽ രംഗത്തെത്തിയത്. ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് തങ്ങൾ പ്രതീക്ഷിച്ച വിജയം UDFന് നേടാൻ ആകില്ല എന്നത് UDFന് തന്നെ ബോധ്യമുണ്ട് എന്നാണ്. കാരണം പോളിംഗ് കുറഞ്ഞ ഇടങ്ങളെല്ലാം തന്നെ UDF കേന്ദ്രങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷം സീറ്റുകൾ ഇടതുപക്ഷം നേടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷം UDFന് ലഭിച്ചില്ല എങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനെതിരെ ഒരു കലാപം ഉയരുന്നതാണ്. ഇപ്പോൾ തന്നെ UDFനുള്ളിൽ കലാപം ഉയർന്നു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. 4-ാം തീയതിയാണ് അവലോകന യോഗം വിളിച്ചിരിക്കുന്നത്. 4-ാം തീയതി KPCC പ്രസിഡന്റ് സ്ഥാനം തിരികെ നൽകണമെന്ന ആവശ്യം ശക്തമായിരിക്കും. വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റിന്റെ ചുമതലകൾ തിരികെ ലഭിച്ചേ തീരുവെന്ന് AICC നേതൃത്വത്തോട് കഴിഞ്ഞ ദിവസം K സുധാകരൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. നിലവിൽ KPCCയുടെ ചുമതല വഹിക്കുന്നത് MM ഹസനാണ്. ഏതാനും ദിവസം മുൻപ് KPCC ആസ്ഥാനത്തെത്തിയ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന ആശയവിനിമയത്തിൽ വോട്ട് എണ്ണും വരെ ഹസൻ തുടരട്ടെ എന്ന അഭിപ്രായം ഉയർന്നിരുന്നു. എന്നാൽ ഇതിനോട് സുധാകരൻ യോജിച്ചിരുന്നില്ല. ഹസൻ തുടരട്ടെ എന്ന അഭിപ്രായത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉള്ളത്. പക്ഷേ പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല ഇതിനോട് യോജിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് K സുധാകരൻ തന്നെ ആ സ്ഥാനത്ത് തുടരണമെന്നാണ് ആഗ്രഹം. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ നടത്തണമെങ്കിൽ K സുധാകരൻ തന്റെ ഒപ്പം നിൽക്കണമെന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ K സുധാകരനും രമേശ് ചെന്നിത്തലയും ഒരു ഗ്രൂപ്പായി നിന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു തമ്മിൽ തല്ല് തുടങ്ങിയെന്നാണ് ഇതിന്റെ എല്ലാം അർത്ഥം. മുൻപ് പറഞ്ഞതുപോലെ ഭൂരിപക്ഷം സീറ്റിൽ UDFന് വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ K സുധാകരനും രമേശ് ചെന്നിത്തലയും ഒന്നിച്ചു നിന്ന് VD സതീശനെതിരെ കലാപമുണ്ടാക്കുന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ ഈ ഒരു സമ്മർദ്ദം മൂലം VD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടി വരും. കാരണം ആ കസേരയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നോട്ടമുണ്ട്. KPCC പ്രസിഡന്റായി K സുധാകരൻ വന്നാൽ മാത്രമേ തനിക്ക് നേട്ടമുണ്ടാക്കാൻ ആവൂവെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായി അറിയാം. അങ്ങനെ K സുധാകരന്റെ കൂട്ടുപിടിച്ച് തന്റെ നീക്കങ്ങൾ നടപ്പിലാക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചാൽ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വഴി കുറച്ചുകൂടെ സുഗമമായിരിക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിൽ തമ്മിലടിക്ക് തുടക്കമായി എന്ന് വേണം കരുതാൻ.